Welcome back to Beta Squirrel. ഇനി നമുക്ക് ഈ ഒരു ഫോം സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡാറ്റ നമുക്ക് ഒരു API പാസ് ചെയ്ത് കൊടുക്കണം. API പാസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഇവന്റ് ട്രിഗർ ചെയ്യാം. അതായത് ഒരു സബ്മിറ്റ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ഉള്ളിൽ ഏതൊക്കെ ഡാറ്റയാണ് നമുക്ക് കിട്ടിയത്, എല്ലാ ഡാറ്റയും കറക്റ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ സ്റ്റുഡന്റ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ JSX കമ്പോണന്റ് എന്ന് പറയുന്നത് ഫോമിന്റെ ഉള്ളിലുള്ള ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ബട്ടൺ ഉള്ളത് സ്റ്റുഡന്റിലാണുള്ളത്, നമ്മൾ ഡാറ്റ ഉള്ളത് സ്റ്റുഡന്റ് ഫോമിലാണ്. ഈ ഒരു ഫോം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലാണ് നമ്മുടെ ഡാറ്റ ഒക്കെ ഉള്ളത്. പക്ഷെ ട്രിഗർ ചെയ്യേണ്ട എലമെന്റ് ഉള്ളത് നമ്മുടെ മെയിൻ സ്റ്റുഡന്റ് ഫോമിലാണുള്ളത്. റിയാക്റ്റില് പാരന്റ് കമ്പോണന്റ് ചൈൽഡ് കമ്പോണന്റിലേക്ക് ഡാറ്റ പ്രോപ്സ് വഴി പാസ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ചൈൽഡ് കമ്പോണന്റ് പാരന്റിലേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ ഒരു ചൈൽഡ് സ്റ്റുഡന്റ് ഫോമിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മളടുത്തുള്ളതാണ് ഫോം എന്ന് പറയുന്നത്. ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പാരന്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പാരന്റ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്, സ്റ്റുഡന്റ് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? രണ്ടും, അതായത് നമ്മൾ ഫംഗ്ഷനും ഡാറ്റയും അതേപോലെ തന്നെ ട്രിഗർ ചെയ്യുന്ന എലമെന്റും ഒരേ സ്ഥലത്താക്കി മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോമിന്റെ ഉള്ളിലാണ് നമ്മുടെ ബട്ടണും നമ്മുടെ ഒരു ഇതുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോം ആക്ച്വലി നമുക്ക് ഈ ഒരു സ്റ്റുഡന്റ് ഫോമിന്റെ ഉള്ളിലേക്ക് മാറ്റാം. അപ്പോൾ ആ ഒരു സ്റ്റുഡന്റ് ഫോമിന്റെ മുമ്പുള്ള രണ്ട് എലമെന്റ്സ് ഉണ്ട്, അതായത് ഫോം ഓപ്പൺ ചെയ്യുന്ന മോഡൽ ബോഡി ഓപ്പൺ ചെയ്യുന്നു, ഈ രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റുഡന്റ് ഫോമിലേക്ക് എത്തിക്കാം. സ്റ്റുഡന്റ് ഫോമിലെത്തി അതിനുശേഷം അതിന് താഴെയുള്ള ഭാഗങ്ങൾ, അതായത് മോഡൽ ബോഡി ക്ലോസ് ചെയ്യുന്ന മോഡൽ ഫൂട്ടറും പിന്നെ ഒരു ഫോമും, ഈ ഭാഗം കൂടെ നമുക്ക് ഒരു സ്റ്റുഡന്റ് ഫോമിൽ ലാസ്റ്റത്തേക്ക് കൊണ്ടുവിടാം. ഇവിടെ ചെയ്തു. മോഡൽ ബോഡി ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു, അതൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി മോഡൽ ഇമ്പോർട്ട് ചെയ്യാം. React Bootstrap മോഡൽ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഫോം ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ടൺ ഉണ്ട്, ബട്ടൺ കൂടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ബട്ടൺ ഇമ്പോർട്ട് ചെയ്തു. ഇനി സ്റ്റുഡന്റിൽ വന്നിട്ട് ഈ സ്റ്റുഡന്റ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. മോഡലിന്റെ ഉള്ളിൽ ജസ്റ്റ് സ്റ്റുഡന്റ് ഫോം ആണുള്ളത്. ഇനി ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒരു ഫോം എലമെന്റ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഒരു റൂട്ട് എലമെന്റ് ആയിട്ടുണ്ട് ഓൾറെഡി ഇവിടെ. അപ്പൊ പിന്നെ ഈ ഒരു ഫ്രാഗ്മെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഫ്രാഗ്മെന്റ് അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഫ്രാഗ്മെന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡയറക്റ്റ് ഫോം എലമെന്റ് മാത്രമേ ഉള്ളൂ. ഇനി ഹാൻഡിൽ ക്ലോസ് എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ട്, അതായത് റീസെറ്റ് ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെ ക്ലോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ള ആ ഒരു ഹാൻഡിൽ ക്ലോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു സ്റ്റുഡന്റ് കമ്പോണന്റിലാണുള്ളത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു സ്റ്റുഡന്റിലേക്ക് ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്സ് ആക്കിയിട്ട് അത് പാസ് ചെയ്യാൻ പറ്റും. പാരന്റ് എന്ന് സ്റ്റുഡന്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ സ്റ്റുഡന്റ് ഫോമിലേക്ക് ഓൺ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഇവന്റ്, നമുക്ക് കസ്റ്റം ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ്. കസ്റ്റം ആട്രിബ്യൂട്ട് പാസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഹാൻഡിൽ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇവന്റ് പാസ് ചെയ്ത് കൊടുക്കാം, ഒരു ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ആട്രിബ്യൂട്ടിൽ സ്റ്റുഡന്റ് ഫോമിന്റെ ആട്രിബ്യൂട്ടിൽ നമുക്ക് പ്രോപ്സ് കിട്ടും. അപ്പൊ നമുക്ക് ഓൺ ക്ലോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രോപ്സ് ഡോട്ട് ഓൺ ക്ലോസ് എന്ന് വിളിക്കുന്നതിന് പകരം നമുക്ക് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചർ ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിലുള്ള ഓൺ ക്ലോസ് മാത്രം മതി. എന്നിട്ട് നമ്മളിവിടെ ആ ഓൺ ക്ലോസ് മെത്തേഡാണ് ഇവിടെ നമ്മൾ വിളിക്കേണ്ടത്. ഹാൻഡിൽ ക്ലോസിന് പകരം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഓൺ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പോണന്റിന്റെ ഉള്ളിൽ നിന്ന്, അതായത് സ്റ്റുഡന്റ് ഫോമിന്റെ കമ്പോണന്റ് ഉള്ളിലാണ് റീസെറ്റും സേവ് ഉള്ളത്. അപ്പോൾ ഈ റീസെറ്റ് ബട്ടണിൽ ഓൺ ക്ലിക്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഓൺ ക്ലോസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കാം. അപ്പൊ ആ ഫംഗ്ഷൻ എവിടെയാണുള്ളത്, ആ ഫംഗ്ഷൻ നമുക്ക് പ്രോപ്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പ്രോപ്സ് എവിടെ നിന്നാണ് പാസ് ചെയ്തത്, ഈ സ്റ്റുഡന്റ് എന്നാണ്. അപ്പോൾ ആ ഓൺ ക്ലോസിലേക്ക് ഏത് ഫംഗ്ഷൻ ആണ് പാസ് ചെയ്തത്, ഹാൻഡിൽ ക്ലോസ് ആണ് പാസ് ചെയ്തത്. അപ്പൊ ആ ഹാൻഡിൽ ക്ലോസിൽ എന്താണുള്ളത്, സെറ്റ് ഷോ ഫോൾസ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ക്ലോസ് മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഡാറ്റ ചെക്ക് ചെയ്യുന്നതിന് പകരം റീസെറ്റ് ക്ലിക്ക് ചെയ്തു, ക്ലോസ് ആവുന്നുണ്ട്. ഈ ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോഴും ക്ലോസ് ആവുന്നുണ്ട്. സേവ് ക്ലിക്ക് ചെയ്തു, അപ്പോഴും ക്ലോസ് ആവുന്നുണ്ട്. ക്ലോസ് ആവുന്നതിന്റെ കൂടെ ഒരു ഫോം സബ്മിറ്റ് ആവുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ബൈ ഡീഫോൾട്ട് ഗെറ്റ് ആയിരിക്കും ഫോമിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗെറ്റിലേക്ക് സബ്മിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ URL ആ ഒരു ഡാറ്റാസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് കൊടുത്തത് കൊണ്ടാണ് ആ ഒരു ഫോം ട്രിഗർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മളിപ്പോ ഇൻപുട്ട് ടൈപ്പ്, അതിന്റെ ബട്ടന്റെ ടൈപ്പ് സബ്മിറ്റ് ആണ് കൊടുത്തത്, അത് മാറ്റിയിട്ട് ബട്ടൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഫോം സബ്മിറ്റ് ആവില്ല. പകരം അതിൽ ഏതാണോ ഫംഗ്ഷൻ നമ്മൾ ഓൺ ക്ലിക്കിൽ കൊടുക്കുന്നത് ആ ഒരു ഫംഗ്ഷൻ മാത്രം ട്രിഗർ ആവും. അതായത് ഇപ്പൊ ഇവിടെ ഞാൻ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം സബ്മിറ്റ് ആയിട്ട് URL ഒന്നും വന്നിട്ടില്ല, ഫോം സബ്മിറ്റ് ആയിട്ടില്ല, അത് ക്ലോസ് മാത്രമേ ട്രിഗർ ആയിട്ടുള്ളൂ. ഇനി അതല്ല, നമ്മൾ സബ്മിറ്റ് തന്നെ കൊടുത്തു
കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓൺ ക്ലിക്കിൽ നമ്മളൊരു ആക്ഷൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഫോമിന്റെ സബ്മിറ്റിൽ ചെയ്യാൻ പറ്റും. അതാണ് ശരിയായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോമിന് ഓൺ സബ്മിറ്റ് എന്ന് പറയുന്ന ബൈ ഡീഫോൾട്ട് ഇവന്റ് ഉണ്ട്. ആ ഇവന്റിൽ ഹാൻഡിൽ സബ്മിറ്റ് വിളിക്കണം. ഹാൻഡിൽ ഫോം സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് ഹാൻഡിൽ സബ്മിറ്റ് ഈക്വൽ ടു അതിലൊരു ഇവന്റ് കിട്ടും എന്ന് വിചാരിക്കും. നമുക്കത് കൺസോളിൽ ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ആ ഒരു ഇവന്റ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. നെയിം എൻ്റർ ചെയ്തു, സേവ് ക്ലിക്ക് ചെയ്തു, കൺസോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു കൺസോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം പേജ് റീഫ്രഷ് ആവുന്നുണ്ട്, അതായത് ഒരു URL സബ്മിറ്റ് ആവും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു കൺസോള് നമുക്ക് പേജ് റീഫ്രഷ് ആയി കഴിഞ്ഞാൽ കൺസോൾ കാണാൻ വേണ്ടി ഈ ബ്രൗസറിന്റെ കൺസോൾ വിൻഡോയിലുള്ള റൈറ്റ് സൈഡിൽ ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രിസർവ് ലോഗ് അപ്പോൺ നാവിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ഐറ്റം സെലക്ട് ചെയ്തിടാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം. എൻ്റർ കൊടുത്തു, സേവ് കൊടുത്തു, അടുത്ത പേജിലേക്ക് നാവിഗേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ കൺസോളും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കൺസോൾ എന്താണുള്ളത്, ആ ഒരു സിന്തറ്റിക് ബേസ് ഇവന്റ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ആക്ഷൻ, ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് സബ്മിറ്റ് ആവുന്നത് ഡീഫോൾട്ട് ആക്ഷൻ ആണ്. ആ ഡീഫോൾട്ട് ആക്ഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യണം. പ്രിവെന്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന വേറൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇവന്റിൽ നമുക്ക് പ്രിവെന്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈ ഡോട്ട്, അപ്പൊ അതൊരു ഇവന്റ് ആണല്ലേ, ഈ ഡോട്ട് പ്രിവെന്റ് ഡീഫോൾട്ട്. പ്രിവെന്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് എന്ത് സംഭവിക്കും, എന്താണ് സംഭവിക്കേണ്ടത്, ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് സബ്മിറ്റ് ആവണം. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഗെറ്റ് ആണ് പോവുക. ഗെറ്റ് ഇനി അതല്ല ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഏത് ആക്ഷനിലേക്കാണ് കൊടുത്തത് അതിലേക്ക് പോകും. മെത്തേഡ് പോസ്റ്റ് ആയിട്ടാണെങ്കിലോ അല്ലെ ഗെറ്റ് ആയിട്ടാണെങ്കിലോ ആ ആക്ഷനിലേക്കാണ് സബ്മിറ്റ് ആവുക. ആ സബ്മിറ്റ് നമുക്ക് പ്രിവെന്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആക്ഷൻ, നമുക്ക് എന്താണ് വേണ്ടത്, ജസ്റ്റ് കൺസോൾ ലോഗ് ആണ് ചെയ്യുന്നത്. എന്താണ് കൺസോൾ ലോഗ് ചെയ്യുന്നത്, നമ്മുടെ ഫോമിലാണ് ഡാറ്റ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ ഒരു ഫോം നമുക്ക് കൺസോൾ ലോഗ് ചെയ്യാം. റിഫ്രഷ് ചെയ്തു. ഇവിടെ ഈ ഒരു റെൻഡർ മെത്തേഡിന് ഒരു എറർ വന്നിട്ടുണ്ട്. ആ ഒരു എറർ കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ആ ഒരു എറർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു എഡ്യൂക്കേഷന്റെ ഡ്രോപ്പ് ഡൗൺ ആണെന്ന് സംശയമുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കമന്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ ലൂപ്പ് കമന്റ് ചെയ്തു. അപ്പൊ വാല്യൂല് നമുക്ക് എഡ്യൂക്കേഷൻ വാല്യൂ അവിടെ നമുക്ക് നൾ എംപ്റ്റി കൊടുത്ത് എംപ്റ്റി സ്ട്രിംഗ് കൊടുക്കും. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. യു പ്രൊവൈഡഡ് എ വാല്യൂ പ്രോപ്പ് ടു എ ഫോം ഫീൽഡ് വിത്തൗട്ട് ആൻ ഓൺ ചേഞ്ച്. അപ്പൊ ഏതോ ഒരു എലിമെന്റിന് നമ്മൾ ഓൺ ചേഞ്ച് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇവിടെയാണ്, സെലക്റ്റിന് നമ്മൾ ഓൺ ചേഞ്ച് കൊടുത്തിട്ടില്ല. അപ്പൊ ഹാൻഡിൽ ചേഞ്ച്, സെലക്റ്റിന് ഹാൻഡിൽ ചേഞ്ച് ആണ് വേണ്ടത്. അത് കൊടുത്തു, റിഫ്രഷ് ചെയ്തു, ഒന്നുകൂടെ പോപ്പ് വന്നാൽ ഇപ്പൊ നമുക്ക് കൺസോളിൽ എറർ ഒന്നുമില്ല. ഇനി നമ്മൾ ആ സബ്മിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കൺസോൾ ലോഗില് നെയിം വന്നിട്ടുണ്ട്, ഇമെയിൽ കിട്ടി, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ID ആണ് അതിന്റെ വാല്യൂ ആയിട്ട് കൊടുത്തത്. അപ്പൊ മൂന്നാമത്തെ ഐറ്റം ആണ് സെലക്ട് ചെയ്തത്. ഇസ് ഡിഗ്രി കംപ്ലീറ്റഡ് ഫോൾസ് ആണ്, അതായത് നോ ആണ് കൊടുത്തത്. അഡ്രസ് ഏതാണെന്ന് വന്നിട്ടുണ്ട്. ഇനി സ്കിൽസ് നമ്മൾ 2 ഐറ്റം ആണ് സെലക്ട് ചെയ്തത്. അറയിൽ 2 ഐറ്റം വന്നിട്ടുണ്ട്. ഇനി പക്ഷെ ഇവിടെ ഒരു എറർ കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു എറർ എന്താണ് വരാൻ കാരണം എന്നുള്ളത് കൂടെ നോക്കാം. ഈ ഒരു പേജ് റീഫ്രഷ് ചെയ്തു. ആ ഒരു ഫോം ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈച്ച് ചൈൽഡ് ഇൻ എ ലിസ്റ്റ് ഷുഡ് ഹാവ് എ യൂണീക് കീ പ്രോപ്സ് എന്ന് പറഞ്ഞൊരു എറർ വന്നിട്ടുണ്ട്. എവിടെയോ നമ്മൾ ലൂപ്പ് ചെയ്യുന്നുണ്ട്. ലൂപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ആ ഒരു കീ കൊടുക്കണം. നമ്മൾ കീ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഓപ്ഷൻ, നമ്മുടെ മാപ്പ് ഓപ്ഷൻ ലൂപ്പ് ചെയ്തെന്ന് വാല്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കീ ഈക്വൽ ടു ID. നമുക്ക് ID ആണ് യൂണീക്ക് ആയിട്ടുള്ളത്. എഡ്യൂക്കേഷന്റെ ID യൂണീക്ക് ആണ്. അപ്പൊ ആ ഒരു ID കീ ആയിട്ട് കൊടുക്കാം. ക്ലിയർ ചെയ്തു, റീഫ്രഷ് ചെയ്തു. വീണ്ടും പോപ്പ് വന്നപ്പോൾ ഒരു എറർ വന്നിട്ട് വാല്യൂ പ്രോപ്സ് ഓൺ ഇൻപുട്ട് ഷുഡ് നോട്ട് ബി നൾ. അപ്പൊ പറയുന്നത് വാല്യൂ നമുക്ക് നള്ളാക്കാൻ പാടില്ല, എംപ്റ്റി ആണ്, അതായത് സ്ട്രിംഗ് ടൈപ്പ് എംപ്റ്റി ആണ് ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ നള്ളൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എംപ്റ്റി ആക്കുന്നുണ്ട്. എംപ്റ്റി ആക്കി വീണ്ടും റീഫ്രഷ് ചെയ്തു. ഇപ്പൊ ഫോം എറേഴ്സ് ഒന്നും വരുന്നില്ല. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്തും എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എറർ വന്നിട്ടുണ്ട്. കമ്പോണന്റ് ഈസ് ചേഞ്ചിങ് ആസ് ആൻ അൺകൺട്രോൾഡ് ഇൻപുട്ട് ടു ബി കൺട്രോൾഡ്, സ്ലൈറ്റ്ലി കോസ്ഡ് ബൈ വാല്യൂ ചേഞ്ചിങ് ഫ്രം അൺഡിഫൈൻഡ് ടു എ ഡിഫൈൻഡ് വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. ഇവിടെ സ്കിൽസിൽ എംപ്റ്റി അറയാണ് ഉള്ളത്. ഓൺ ചേഞ്ചിൽ സംഭവിക്കുന്നത് ഒരു ടാർഗറ്റ് ഓൺ ഹാൻഡിൽ ചെക്ക്, അതിൽ ടാർഗറ്റ് വാല്യൂ പാസ് ചെയ്യും. വാല്യൂ അതൊന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. അപ്പോഴും ആ എറർ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് വാല്യൂ നമുക്ക് HTML5 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന ഈ ഒരു കണ്ടീഷൻ നമുക്ക് ജസ്റ്റ് ഈ ഒരു കോഡ് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ഒന്നും വരുന്നില്ല. അപ്പൊ ഈ ഒരു കോഡിലാണ് നമുക്ക് എറർ ഉള്ളത്. സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്കിൽസ് ഫിൽട്ടർ ചെയ്ത് ആ ഒരു ഫിൽട്ടർ ചെയ്ത സ്കില്ലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു അറേക്ക് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് കമന്റ് ചെയ്തിട്ട് എൽസ് ബ്ലോക്ക് മാത്രം പ്ലേസ് ചെയ്യാം. ഒന്നുകൂടെ റീഫ്രഷ് ചെയ്തു. സെലക്ട് ചെയ്യുന്ന സമയത്ത് എൽസ് ബ്ലോക്കിലായാലും നമുക്ക് എറർ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഫോമിന് നിലവിലുള്ള സ്റ്റേറ്റിന്റെ ഒരു വാല്യൂവിനെ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ വാല്യൂവിനെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാൻഡ്ലർ ഫംഗ്ഷൻ ഫോമിലേക്ക്
നമ്മൾ ഡയറക്റ്റ് ആ സ്റ്റേറ്റ് പാസ് ചെയ്യുന്നതിന് പകരം പ്രീവിയസ് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാൻഡ്ലർ ഫംഗ്ഷൻ കൊടുക്കാം. കാരണം നമ്മൾ പറഞ്ഞു സെറ്റ് ചെയ്യുന്നത് ഒരു അസിൻക്രണസ് ഓപ്പറേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് എക്സ്പെക്ട് ചെയ്ത വാല്യൂസ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് അതിൽ പ്രീവിയസ് സ്റ്റേറ്റ് കിട്ടും. അപ്പൊ പ്രീവിയസ് ഫോം കൊടുക്കാം, അതിന്റെ പേര് പ്രീവിയസ് ഫോം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്യാണ് ചെയ്യേണ്ടത്. അതിൽ പ്രീവിയസ് ഫോം എന്നുള്ളതിന് പകരം ജസ്റ്റ് ഫോം പ്രീവിയസ് ഫോമിന്റെ വാല്യൂസ് ആണ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്തു. ഇപ്പൊ നമുക്ക് എറേഴ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതേ രീതി തന്നെയാണ് നമ്മൾ എവിടെയൊക്കെ നമ്മൾ സ്റ്റേറ്റിന്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യണം. സെറ്റ് ഫംഗ്ഷനിലേക്ക് നമുക്ക് കോൾ ബാക്ക് ഫംഗ്ഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നമുക്ക് വാർണിംഗ് നമ്മൾ സ്ട്രിക്റ്റ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എറർ ആയിട്ട് വന്നതാണ്. പക്ഷെ നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന സമയത്ത് വാർണിംഗ് വരില്ല. അപ്പൊ അത് നമുക്ക് ഡാറ്റ ഇഷ്യൂസ് വരാൻ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു റീസൺ ആയിരിക്കും. അപ്പൊ അവിടെ ഈ ഒരു ഇഫ് കണ്ടീഷൻ കൂടെ ഞാൻ എനേബിൾ ചെയ്യാണ്. ഇവിടെയും നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് പ്രീവിയസ് വാല്യൂ എടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫംഗ്ഷനിലേക്ക് പ്രീവിയസ് ഫോമിന്റെ വാല്യൂ കിട്ടി. അത് നെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണ് ഈ ഒരു ഒബ്ജക്റ്റ്. ഫോമിന്റെ അവിടെ പ്രീവിയസ് ഫോം എന്ന് കൊടുക്കാം. ഈ ഒരു ഫോം നമുക്ക് നേരത്തെ കിട്ടിയ ഫോമാണ്. അതിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നിലവിലുള്ള ഫോമിൽ ആ ഒരു ഐറ്റം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അത് നമ്മളൊരു സെറ്റിന്റെ പുറത്താണുള്ളത്. അപ്പൊ അത് അവിടെ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കും. ഇനി ഇതേ രീതിയാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽ റേഡിയോയും ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതൊന്നുകൂടെ നമുക്ക് ഷോർട്ട് സിന്റാക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫംഗ്ഷന്റെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റിട്ടേൺ ഒഴിവാക്കാം. കേളി ബ്രേസ് ഒഴിവാക്കിയിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് ഒഴിവാക്കിയിട്ട് ഈ ഒരു അടുത്ത ലൈനിലേക്ക് മുകളിലേക്ക് ടോപ്പിലേക്ക് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. ഇവിടെ സെമിക്കോളിനോട് ഒഴിവാക്കാം. ഇവിടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കേളി ബ്രേസ് നമുക്ക് ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ ഈ ഫംഗ്ഷന്റെ കേളി ബ്രേസ് ആണെന്നാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു കേളി ബ്രേസ് ഏത് ഒബ്ജക്റ്റ് ആണോ റിട്ടേൺ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ മുമ്പ് ശേഷം ഒരു ബ്രാക്കറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ആ ഒരു ഫിക്സ് ഇവിടെ കൂടെ ഒരു റീഫാക്ടറിങ് നമുക്ക് ഇവിടെ കൂടെ ചെയ്യാം. ആ ഒരു റീഫാക്ടറിങ് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡിൽ ചേഞ്ചിലും നമുക്ക് ഫോം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ ഉള്ള സ്റ്റേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഫംഗ്ഷൻ കൊടുക്കണം. ഇനി നമുക്ക് കംപ്ലീറ്റ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷനിൽ വന്നു. ഞാൻ ആ നേരത്തെ തന്നെ കൺസോൾ പ്രിസർവ് ചെയ്യുന്നത് ഒഴിവാക്കാണ്. സെറ്റിംഗ്സിലാണ് പ്രിസർവ് ലോഗിൻ ആവശ്യമില്ല. റീഫ്രഷ് ചെയ്തു. ആഡ് സ്റ്റുഡന്റ് ക്ലിക്ക് ചെയ്തു. ഫോം വന്ന പേരേഴ്സ് ഒന്നുമില്ല. നെയിം ചേഞ്ച് ചെയ്ത പേരേഴ്സ് ഇല്ല. ഇമെയിൽ ചേഞ്ച് ചെയ്ത പേർ ഇല്ല. അഡ്രസ്സിനില്ല. സെലക്ടിന് എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. റേഡിയോക്ക് എറർ ഒന്നുമില്ല. ചെക്ക് ബോക്സിന് എറർ വന്നിട്ടുണ്ട്. ഒരു എറർ ക്ലിയർ ചെയ്തു. അൺചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എറർ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു എറർ വന്നിട്ടുള്ളത്. ഇനി സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമെയിലിന്റെ വാലിഡേഷൻ വന്നിട്ടുണ്ട്. ടൈപ്പ് ഇമെയിൽ കൊടുത്തതുകൊണ്ട് സേവ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും വന്നു. സ്കിൽസ് നമ്മൾ HTML5 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് കൺസോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ലോഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു എറർ കൂടെ ഫിക്സ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഫോം സ്കിൽസ് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടെ നമുക്ക് ആ ഒരു കോൾ ബാക്ക് ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി സെറ്റ് ഫോം നമ്മൾ ഒറ്റൊരു ഫംഗ്ഷൻ ആയിരിക്കും. എന്നിട്ട് ഈ ഒരു റിട്ടേൺ നമുക്ക് തിരിച്ച് നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ തന്നെ ആക്കാണ്. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നത്. ഇതിന്റെ മുമ്പ് നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക്. ഈ ഒരു കണ്ടീഷൻ ഇവിടത്തേക്ക് നമ്മൾ മാറ്റും. നമ്മൾ ഒരു ഈഫ് കണ്ടീഷൻ അതിന്റെ ഉള്ളിലേക്ക് മാറ്റാണ്. ഈഫ് പ്രീവിയസ് ഫോം ഡോട്ട് സ്കിൽസ്, അതിൽ സ്കിൽസ് ഇൻക്ലൂഡ്സ് ആണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? ഈ ഒരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ഈ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? ഈ ഒരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് ഒരു ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് മാറ്റുന്നേ ഉള്ളൂ. ഇനി ഈ ഇഫ് കണ്ടീഷൻസ് ഒഴിവാക്കാം. അതായത് നമ്മൾ ബൈ ഡീഫോൾട്ട് ഉപയോഗിക്കുന്ന ഇഫ് കണ്ടീഷൻസ് ഒഴിവാക്കി ഒന്നുകൂടെ നമുക്ക് റീഫ്രഷ് ചെയ്ത് ചെക്ക് ചെയ്യാം. സ്റ്റുഡന്റ് ഫസ്റ്റ് വന്നു. സ്കിൽസ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് ടൈം നമ്മൾ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും നമുക്കൊരു എറർ കിട്ടുന്നുണ്ട്. ആ ഒരു എറർ അൺഡിഫൈൻഡ് ആണ്. നമ്മളൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു ചെക്ക് ബോക്സിന് അൺഡിഫൈൻഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എറർ അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ചെക്ക് ബോക്സിന്റെ ചെക്ഡിന് നമ്മൾ കൊടുത്ത ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്താണ് കൊടുത്തത്? ഫൈൻഡ് എന്ന് പറയുന്ന അറേ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ സ്കിൽസിൽ ചെക്ക് ചെയ്യാണ്. സ്കിൽസ് എന്ന് പറയുന്ന അറേയിൽ HTML5 ഉണ്ടോ ഇല്ലയോ നോക്കണം. ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ് അത് റിട്ടേൺ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ അൺഡിഫൈൻഡ്, അതില്ല എന്നുള്ള അൺഡിഫൈൻഡ് ആണ് ഈ ഒരു ഫൈൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അപ്പൊ അൺഡിഫൈൻഡ് ചെക്ഡിൽ വന്നു കഴിഞ്ഞാൽ ചെക്ഡിൽ വേണ്ടത് ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് വേണ്ടത്. അപ്പൊ അൺഡിഫൈൻഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു എറർ കിട്ടും. ഇതൊന്നും നമുക്ക് റീഫാക്ടർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കോഡും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വേറെ ഏതെങ്കിലും നല്ല രീതി ഉണ്ടെങ്കിൽ ആ രീതിയിലേക്ക് റീഫാക്ടർ ചെയ്യണം. അപ്പൊ റീഫാക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാം? നേരത്തെ ഉപയോഗിച്ച ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ഇഫ് കണ്ടീഷനിൽ ഓൾറെഡി ഉപയോഗിച്ച
ചോദിച്ചതാണ്, ഈ വാല്യൂ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതേ രീതി തന്നെ ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാം. സ്കിൽസ് ഡോട്ട് ഇൻക്ലൂഡ്സ് എന്താണ് HTML ഫയൽ അതിൽ ഇൻക്ലൂഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ വേണ്ട, ഇൻക്ലൂഡ്സിലേക്ക് ഏത് സ്ട്രിംഗ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. കോൾ ബാക്ക് ഫംഗ്ഷൻ ഒഴിവാക്കി ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് പാസ് ചെയ്ത് കൊടുത്തു. ഇവിടെ CSS എന്ന് പറഞ്ഞ ടെക്സ്റ്റ് പാസ് ചെയ്ത് കൊടുക്കണം ഇൻക്ലൂഡ്സിലേക്ക്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് അതിലുണ്ടെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന രീതി നോക്കാം. ഫസ്റ്റ് വന്നു, HTML ഫയൽ സെലക്ട് ചെയ്തു, സെക്കൻഡ് സെലക്ട് ചെയ്തു, അൺസെലക്ട് ഒക്കെ ചെയ്തു. ഇപ്പോൾ എറേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മുടെ ഫോം ഇപ്പൊ ക്ലീൻ ആയിട്ടുണ്ട്. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ വാല്യൂസ് ആണോ ഉള്ളത് ആ വാല്യൂസ് ഒക്കെ വന്നു. ഇങ്ങനെ നമുക്ക് ഒരുപാട് നമ്മുടെ കൺസോൾ ചെക്ക് ചെയ്തതുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾ റിയാക്ടിന്റെ സ്ട്രിക്റ്റ് മോഡ് എനേബിൾ ചെയ്തുകൊണ്ടും ഏതൊക്കെ ഇഷ്യൂസ് ആണ് വരാൻ സാധ്യത എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസ് ഉപയോഗിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ബൈ ഡീഫോൾട്ട് നെയിമിനൊക്കെ നള്ള് കൊടുത്തപ്പോൾ അത് സ്ട്രിംഗ് ആണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു JSON ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ് ആണ് ഇനി നിങ്ങൾ ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ APIയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഇവിടെ ഒരു നെയിം ഒക്കെ എൻ്റർ ചെയ്തു, അതിനുശേഷം റീസെറ്റ് ചെയ്തു. വീണ്ടും ഞാൻ ആ ഫോം ക്ലിക്ക് ചെയ്തു. ആ ഫോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈ ഡീഫോൾട്ട് ആ ഒരു ഡാറ്റ അവിടെ വരുന്നില്ല, ക്ലിയർ ആയി പോയിട്ടുണ്ട്. കാരണം ക്ലിയർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ ഒരു ഇമെയിൽ അല്ലെങ്കിൽ നെയിം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഈ മോഡലിന്റെ ഉള്ളിലാണ്, മോഡൽ കമ്പോണന്റിന്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റുഡന്റ് ഫോം എന്ന് പറയുന്ന കമ്പോണന്റിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ ഒരു ഫോം നമ്മൾ റിലീസ് ചെയ്യാൻ അൺമൗണ്ട് ചെയ്യാൻ പറയും. അതായത് നമ്മൾ ആഡ് ചെയ്തു, അപ്പൊ ഷോ ആക്കി ക്ലോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്നാണ് സംഭവിക്കുന്നത്, റീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോം എന്ത് ചെയ്തു, നമ്മൾ റീസെറ്റ് ആയി, അതായത് ആ ഒരു കമ്പോണന്റ് ഡിസപ്പിയർ ആയി. ആ ഡിസപ്പിയർ ആവുന്നതിനാണ് അൺമൗണ്ട് ചെയ്യാന്ന് പറയുന്നത്. ആദ്യം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൗണ്ട് ചെയ്യും, ആ കമ്പോണന്റ് നമ്മളെ ആപ്ലിക്കേഷനിലേക്ക് മൗണ്ട് ചെയ്തു, വിസിബിൾ ആയി. ഇനി നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അൺമൗണ്ട് ചെയ്യും. അൺമൗണ്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുക, എന്നിട്ട് വീണ്ടും നമ്മൾ മൗണ്ട് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് അതിൽ എന്തൊക്കെ വാല്യൂസ് ആണുള്ളത് അതാണ് വരിക. അതായത് നേരത്തെ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇൻപുട്ട് എൻ്റർ ചെയ്ത വാല്യൂസ് അല്ല വരിക, പകരം നമ്മൾ ഡീഫോൾട്ട് നെയിം ഒക്കെ എംപ്റ്റി ആണല്ലോ കൊടുത്തത്, ഈ വാല്യൂസ് ആണ് വരിക. അതുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇനി അതല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന മെയിൻ കമ്പോണന്റിന്റെ ഉള്ളിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതൊരു ഫോം ആണ്, മോഡൽ അല്ല. അത് അൺമൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെറ്റിൽ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഫംഗ്ഷൻ വിളിച്ചിട്ട് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ സെറ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോം മെത്തേഡ് വിളിക്കുന്നിട്ട് അതിലേക്ക് എല്ലാം എംപ്റ്റി ആയിട്ട് ഇതേപോലെ പാസ് ചെയ്ത് കൊടുക്കുക. അതായത് സെയിം രീതി ഈ ഒരു രീതിയിലേക്ക്, അതായത് സെറ്റ് ഫോമിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ആണ് നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് അത് എല്ലാം എംപ്റ്റി ആയിട്ട് സെറ്റ് ആവും.